ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തറക്കൽ അമ്പലത്തിക്കാണ്. അവിടെ ഭഗവതിയായിട്ടാണ്. ഞങ്ങൾ ദേശക്കാർ പറയുകയാണെങ്കിൽ തറക്കലായിട്ടാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആസ് യൂഷ്വൽ ആൻറ്റിമാർ ആൻഡ് അമ്മമ്മ, അമ്മച്ച, പിന്നെ സുരഭി ഉണ്ട് കേട്ടോ. മോന് താഴത്തേക്ക് നോക്കി കിടക്കട്ടെ. മോന് അവിടെ ഇവിടെ നോക്കി കിടന്നാല് ഗുഗു. മോനോ നിഴലാണ്. അതെ, നിഴലാണ്. വലിയ കുട്ടിയായ പറയാൻ വേണ്ടിയില്ല. നിഴല് കണ്ടിട്ട് കുട്ടി ചെറുതായിട്ടൊന്ന് തെറ്റിദ്ധരിച്ചതാ. ഇവിടുന്ന് അമ്പലത്തേക്ക് കുറച്ചുള്ളൂ. അപ്പൊ ഞങ്ങൾ നടന്നിട്ട് തന്നെയാണ് എല്ലാ കൊല്ലം പോവാ. അവിടെ നിറച്ച് കച്ചവടക്കാരായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതിലിടയ്ക്ക് പ്രസിയാൻറ്റീന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ എക്സ്പെക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൻറ്റിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് കൊടുത്തു. നാറ്റിക്കരുത്, ഞാൻ പറഞ്ഞതൊന്നും പറയരുത് എന്നാണ് ആൻറ്റി ഇപ്പോൾ പറഞ്ഞിട്ട് പോയത്. ഈ ഈടായിട്ട് എന്താണെന്നറിയില്ല, ആരെങ്കിലും യൂട്യൂബിൽ വീഡിയോ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പം കിടണം, എന്നാലേക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ. ഐസ്ക്രീമിൻ്റെ കട മോനുവിനെ കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് മോനുവിനെ അപ്പുറത്തെ സൈഡിൽ കൂടെ പ്രസൻറ്റ് കണ്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് കേട്ടോ. പൂരി ആണെങ്കിലും ജിലേബി ആണെങ്കിലും അതുപോലെ തന്നെ ഹൈഡ്രജൻ ബലൂണൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ എൻട്രൻസിലേക്ക് കയറി. ഇതാണ് കേട്ടോ ഞങ്ങളവിടുത്തെ ക്ലബിൻ്റെ വരവിൻ്റെ പരിപാടി. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പരിപാടിയൊക്കെ. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഒരാൾ പേടിച്ചിട്ട് എൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. കാണില്ലേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ അത്യാവശ്യം വലിയ ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ള കടകളൊക്കെ ഒന്ന് പോയി നോക്കി. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മോനുവിന് വണ്ടി വേണം എന്നുള്ള പാട്ട് തുടങ്ങി. ഒരു വണ്ടി കിട്ടാതെ പിന്നെ അവൻ്റെ പാട്ട് തുടങ്ങി. ചോറ് തിന്നാൻ വേണ്ടിയിട്ട് വരുന്നത്. അതിലിടയ്ക്ക് അമ്മമ്മയും അമ്മുവിൻ്റെയും മോനുവിനെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കി. ഞങ്ങളൊന്നും ഇവരെ വേഗം വീട്ടിൽ കൊണ്ടാക്കേണ്ടി വരുമോ? അങ്ങനെ ഓനൊരു സുഖം പുറത്ത് തരാന്നിട്ട് ഞങ്ങൾ വണ്ടി മേടിക്കാൻ ചെന്നു. വീഡിയോ എടുത്ത് കൊടുക്കുക. ആൻറ്റിക്ക് എന്താ വീഡിയോ എടുക്കണമെന്ന് പോലും അറിയാതെ ഞാൻ നോക്കുമ്പോൾ അതാണ്ട് ഈ കമ്മലൊക്കെ സൂം ചെയ്തെടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഞാനും ഉമ്മേനും ചോദിച്ചു നാട്ടുകാരുടെ അടുത്തുനിന്ന് തല്ല് വാങ്ങിച്ചു തരുമെന്ന്. മോനാണെങ്കിൽ വണ്ടി കിട്ടും വേറൊരു സുഖം തന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ക്യൂ നിൽക്കുമ്പോഴാണ് അമ്പലത്തിക്ക് അടുത്തതായിട്ട് കയറാനുള്ള വരവ് വന്നത്. ഫുഡ് കഴിക്കുമായിരുന്നു. ഫുഡ് കഴിക്കാൻ എത്രയും വിഭവങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത്.
സത്യം പറഞ്ഞാൽ അമ്പലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഫുഡ് അത് വേറെ ടേസ്റ്റാണ്. ഇതാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കണ്ട വരവ്. ഓരോ വരവ് കഴിഞ്ഞിറങ്ങണതിനനുസരിച്ച് ഇതുപോലെ വെടിക്കെട്ട് പൊട്ടിയിരുന്നു കേട്ടോ. മോനാണെങ്കിൽ കൊട്ടൽ കേട്ടപ്പോൾ തുടങ്ങിയ കളിയാണ്. പിന്നെ അതിലിടയ്ക്ക് അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഓളെ നോട്ടറുണ്ട് ചെക്കൻ. വരവൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ റിട്ടേൺ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ജിലേബി വാങ്ങിച്ചു. അങ്ങനെ നേരെ വീട്ടിലെത്തി. ഇപ്പോൾ തന്നെ 1 മണി കഴിക്കണം. അപ്പോൾ പോയി കിടന്നുറങ്ങട്ടെ. ടാറ്റാ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.